ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 9 ദിവസത്തെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനയുടെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക അറിവ് എന്ന പരിശുദ്ധാത്മ ദാനത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഇന്നത്തെ ധ്യാന വിചിന്തന വിഷയം 1 കൊരിന്തോസ് 14-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ്. പ്രവചനവരത്തെക്കുറിച്ചും ഭാഷാവരത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചുമെല്ലാം ഈ വചനഭാഗത്തിൽ നമ്മൾ കേൾക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. നിങ്ങളെല്ലാവരും ഭാഷാവരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം. ഭാഷാവരമുള്ളവന്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിന് ഉതകും വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വരങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ ആരംഭിക്കുകയാണ്. ഇന്ന് ഭാഷാവരത്തെക്കുറിച്ചും പ്രവചനവരത്തെക്കുറിച്ചും അറിവ്, ദൈവീക രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് സ്വന്തമാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റും നടക്കുന്ന ദൈവീക പദ്ധതി എന്തെന്ന് മനസ്സിലാക്കുവാനും അത് വ്യാഖ്യാനിച്ചെടുക്കുവാനും സ്വാംശീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ഈ ദിവസം അറിവ് എന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ഭാഷാവരം, പ്രവചനവരം തുടങ്ങിയ വരങ്ങൾക്ക് വേണ്ടിയും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാം തിരുവചനം, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർ വിസ്മയിച്ചു. ഈശോയുടെ അറിവിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവീക രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ നൊവേന പ്രാർത്ഥനയിലൂടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. അറിവ് എന്ന പരിശുദ്ധാത്മദാനം നമ്മിലും നിറയട്ടെ. യോഹന്നാൻ 7:15 ഈശോയുടെ അറിവിനെക്കുറിച്ച് കേട്ട് ലോകം വിസ്മയിച്ചതുപോലെ നമ്മുടെ അറിവിനെക്കുറിച്ച്, നമ്മുടെ പരിശുദ്ധാത്മ അറിവിനെക്കുറിച്ച് അറിഞ്ഞ് ലോകം വിസ്മയിക്കുവാൻ ഇടവരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നൊവേന പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാരംഭ പ്രാർത്ഥന. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരയണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തുമാറ്റി എസക്കിയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരയണമേ. അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മേ,
പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. 5-ാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ മനുഷ്യന്റെ നിസ്സാരത വെളിപ്പെടുന്നു. ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിന് നമ്മോടുള്ള കരുതലും സ്നേഹവും തിരിച്ചറിയുമ്പോഴാണ് എല്ലായ്പ്പോഴും അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അവിടുത്തെ കരങ്ങളിലെ ഉപകരണം മാത്രമാണ് നാം എന്ന് ഈ പരിശുദ്ധാത്മദാനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എല്ലാറ്റിനേക്കാളും ഉപരി ദൈവവുമായുള്ള ബന്ധത്തിന് വില കൽപ്പിക്കുന്നവൻ അറിവാകുന്ന അരുവി സ്വന്തമാക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ പരിശുദ്ധാത്മാവിനോട് അറിവ് എന്ന ദാനം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന ഈശോയെ പോലെ ഞങ്ങളും വളരാനായി കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ലൗകിക സുഖങ്ങളുടെ നിസ്സാരത തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായി കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും അങ്ങയുടെ ദാനങ്ങളാണെന്ന തിരിച്ചറിവിൽ ജീവിക്കാനായി കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലായ്പ്പോഴും ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ആനന്ദകരമായി ജീവിക്കുന്നതിന് കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിത ശൈലിക്ക് ഉടമയാകാൻ കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ദയ എന്ന പരിശുദ്ധാത്മ ഫലത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അറിവ് എന്ന പരിശുദ്ധാത്മദാനം ഞങ്ങളിൽ നിറയട്ടെ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനും നന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾക്കുള്ളത് ആവശ്യക്കാരുമായി സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാനും ആരെയും പുച്ഛിക്കാതെ മുറിപ്പെടുത്താതെ എല്ലാവരിലെയും നന്മ കാണുവാനും വേദനിപ്പിക്കുന്നവരോട് നിരുപാധികം ക്ഷമിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. എല്ലായ്പ്പോഴും എല്ലാവരോടും ദയയോടെ വർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അറിവെന്ന പുണ്യം ഞങ്ങളിൽ സമൃദ്ധമായി ഒഴുകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ പ്രാർത്ഥന. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പുത്ര, ലോകവിമോചക, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഏക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ലോകത്തിൻ്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. കൂദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അന്ത്യവിധിയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ, ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനത്തിൻ്റെ ഉറവിടമേ, ഞങ്ങളെ നയിക്കണമേ. ആത്മീയ ശക്തിയുടെ രശ്മികൾ പരത്തുന്നവനെ,
ഞങ്ങളെ നയിക്കണമേ. അറിവിൻ്റെ പ്രകാശമേ, ഞങ്ങളെ നയിക്കണമേ. ഭക്തിയുടെ ജീവശക്തിയെ ഞങ്ങളെ നയിക്കണമേ. ദൈവഭയത്തിൻ്റെ പ്രകാശമേ, ഞങ്ങളെ നയിക്കണമേ. വിശ്വാസത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സ്നേഹത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആനന്ദത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സമാധാനത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മാന്യതയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കരുണയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഐക്യത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഭയുടെ സംരക്ഷക, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദിവ്യകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഹനത്തിൽ ആശ്വാസമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിത്യപ്രകാശമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ ആനന്ദമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അപ്പസ്തോലന്മാരുടെ ഗുരുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധരുടെ ആനന്ദമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, കരുണയുള്ളവനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ, കരുണയുള്ളവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവേ, കരുണയുള്ളവനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ്. അഗ്നിയും സ്നേഹവുമാണ്. അങ്ങ് പിതാവിന്റെ വാഗ്ദാനമാണ്. 7 ദാനങ്ങളുടെ ഉടമസ്ഥനുമാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള വരം നൽകണമേ. സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദൂരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.